കേരളവും ഇന്നൊരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കോമാനോവിസിനെ അവർ പുറത്താക്കാനുള്ള 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും ലീഗ് ടൈറ്റിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ സീസണുകളിൽ ആശാൻ പരിശീലിപ്പിച്ചു. ആദ്യ സീസണിൽ ഫൈനലിൽ വന്നു, പിന്നീടുള്ള 2 സീസണുകളിലും പ്രകടനം താഴോട്ട് പോയതല്ലാതെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ല, ടൈറ്റിൽ നേടാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നുണ്ട്. വീഴ്ച എന്ന് പറഞ്ഞാൽ ഇവാൻ ബുക്കോമാനോവിസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി പലപ്പോഴും ടീമിന്റെ മൊമെന്റം കളയുന്നു എന്ന തരത്തിലൊരു വൈകാരികമായിട്ടുള്ള എതിർപ്പ് ആരാധകരുടെ ഇടയിൽ പോലും ഉണ്ട്. മുന്നിട്ട് നിൽക്കുന്ന മത്സരങ്ങളിൽ പോലും ഇവാൻ നടത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷനുകൾ പലപ്പോഴും ടീമിന്റെ പരാജയത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഗെയിമിന്റെ മൊത്തത്തിലുള്ള ഫ്ലോ ആശാന്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുത്തുന്നുണ്ട്. കണ്ടിജൻസിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. അതായത് സ്ക്വാഡ് റൊട്ടേഷന്റെ കാര്യത്തിൽ ഇവാൻ ബുക്കോമാനോവിച്ച് പരാജയമാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സ്ക്വാഡിനെ എല്ലായ്പ്പോഴും കളിപ്പിച്ച് പരിക്കിലേക്ക് തള്ളിവിടുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. ഇപ്പം കോമി പെപ്ര, അഡ്രിയാൻ ലൂണ തുടങ്ങിയ നിർണായക താരങ്ങൾ പരിക്കേറ്റ് പുറത്തിരിക്കാനുള്ള കാരണം അവർക്കൊരു പ്രോപ്പർ റൊട്ടേഷൻ സ്ക്വാഡിനകത്ത് വരാത്തതാണ്. അപ്പം നിരന്തരം ഒരു താരങ്ങളെ തന്നെ കളിപ്പിക്കുമ്പോൾ അവരുടെ ഇഞ്ചുറി വരികയും അവർക്ക് റീഹാബിലിറ്റേഷനും റിക്കവറി ഒന്നും സാധ്യമാവാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ബംഗളൂരു എഫ്സിക്കെതിരെ നടന്ന ആ ഒരു വിവാദമായിട്ടുള്ള വാക്കൌട്ട് പ്രൊട്ടസ്റ്റ്, നോക്കൌട്ട് മത്സരത്തിൽ നടന്ന വാക്കൌട്ട് പ്രൊട്ടസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു സാമ്പത്തിക തിരിച്ചടി കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 4 കോടിയോളം രൂപ ബ്ലാസ്റ്റേഴ്സിന് ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു സാമ്പത്തികമായിട്ടുള്ള വലിയ തലവേദന വന്നിട്ടുണ്ട്. ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ അന്ന് എടുക്കാതിരുന്നത് ആരാധകരുടെ വികാരത്തിനെ പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് ഒരു അനുകൂല സാഹചര്യം വന്നപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ ബ്ലാസ്റ്റേഴ്സ് തീർപ്പെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അവരൊരു പ്രധാനപ്പെട്ട സാധനമായിട്ട് പറയുന്നത് ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങുക എന്നുള്ളതാണ്. പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ കരോളിസ് കിങ്സിന്റെ പണ്ടത്തെ പോളിസി പോലെ തന്നെ ഒരു 3 സീസണുകളിൽ ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഇനിയും ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട ടീമിന് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമുണ്ട്. അപ്പം സിസ്റ്റവും ആശാനും ഉൾപ്പെടെ എല്ലാ എണ്ണത്തിനെയും ഉടച്ചു വാർത്തുകൊണ്ട് ഒരു പുതിയ സ്റ്റാർട്ട് കൊണ്ടുവരിക എന്നതായിരിക്കാം ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അപ്പം കേരളത്തിന്റെ ആർട്ടിക്കിളിൽ ഇവാൻ ബുക്കോമാനോവിച്ചിനെ പുറത്താക്കാനുള്ള പ്രസക്തമായിട്ടുള്ള 5 കാരണങ്ങളായിട്ട് അവർ പറയുന്നത് ഇതൊക്കെയാണ്.